അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ LKG പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെട്ടിപ്പിടുത്തവും ഒച്ചപ്പാടും ബഹളവും ആട്ടവും പാട്ടവും ഒക്കെ. അപ്പനൊരു ശീലമുണ്ട്, വരിക, നേരെ സാധനങ്ങൾ വയ്ക്കുക, കുളിച്ച് തിരിച്ചിറങ്ങുക, ഒരു കള്ളി കൊണ്ടെടുക്കുക, ഉമ്മറത്ത് വന്നിരിക്കും. അതാണ് അപ്പന്റെ ശീലം. എന്നെങ്കിലും ഈ മുണ്ട് പാൻറ്റായി മാറിയാൽ അതിനർത്ഥം ഇന്ന് ഉമ്മറത്തില്ല, ഇന്ന് അപ്പം പുറത്തു പോകും. അങ്ങനെ ഒരു ദിവസം ഈ അപ്പൻ കള്ളിമുണ്ടിന് പകരം പാൻറ്റുമായി പുറത്തിറങ്ങി. ഇന്ന് പുറത്തെവിടെയോ പോകുന്നുണ്ട്. അപ്പ ഞാനും വരുന്നുണ്ട്. ഇപ്പം നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് വന്നു. വണ്ടിയുമ കയറാൻ വേണ്ടിയിട്ട് വന്നു. എനിക്ക് വന്നു അപ്പ, ഞാൻ അപ്പൻ്റെ കൂടെ വരും. അപ്പൻ അവനോട് മറുത്ത് ഇറങ്ങടാ എന്ന് പറയാനായിട്ട് തോന്നണം. കാരണം വേദനിക്കുമല്ല, മനസ്സ് വേദനിക്കും. അങ്ങനെ തന്നെ അമ്മയോട് കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു. അപ്പോൾ ഒരു സിഗ്നൽ പാസ് ചെയ്തിട്ട് എന്നിട്ട് ഈ കൊച്ചിനോട് പറഞ്ഞു, എടാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വാ, എനിക്കൊന്ന് കുടിക്കണമെന്ന് പറഞ്ഞു. അമ്മനോട് പറഞ്ഞു, അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. അമ്മ അപ്പോൾ നിന്നോടല്ലേ പറഞ്ഞത്. അമ്മ എന്തിനാണ് അമ്മ? അപ്പം അമ്മ വേഗം വെള്ളം എടുത്തിട്ട് വെള്ളം പതിവിൽ വിപരീതമായി വലിയ ഗ്ലാസ്സാണ്, ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ്സിലാണ്. ഈ അപ്പം വെള്ളം കുടിക്കുന്നു, മുഴുവൻ കുടിച്ചില്ല, ആ ഭാഗം നിർത്തി വെച്ചു. എന്നിട്ട് ഇത് കൊച്ചിനോടുത്തു, ഇത് നിലത്ത് വീണ് പൊട്ടിക്കാതെ, ഇതിലെ വെള്ളം കളയാതെ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകും. ഒരു പ്രതീക്ഷ വന്നു. അവൻ വേഗം ആക്റ്റീവ് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവൻ ചാടിയിറങ്ങി ഇതിങ്ങനെ കുഞ്ഞി കൈ കൊണ്ട് ഇങ്ങനെ മേടിച്ചേക്കാം. അമ്മ പൂമുഖവാതിക്കൽ നിൽക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ സ്റ്റെപ്പ് കയറി അവിടെ എത്തിയപ്പോൾ അമ്മനെ കാണാൻ. അമ്മയോടെ പോയി. അമ്മ അടുക്കളയിലോട്ട് പോയി. കാരണം സ്ക്രിപ്റ്റിന്റെ ഒരു ഭാഗമാണ്, അടുക്കളയിൽ പോകണം. അപ്പോൾ ഇതൊക്കെ വളരെ വിദഗ്ധമായിട്ട് പരിശോധിച്ചുകൊണ്ട് ഈ വണ്ടിയുമേ നിൽക്കുന്ന അപ്പൻ്റെ മാതാപിതാക്കളുടെ അവിടെ കസേരയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ അപ്പൂപ്പനും അമ്മമ്മയും പറഞ്ഞാ അമ്മ അകത്തോട്ട് പോയി എന്ന് പറഞ്ഞു. വളരെ ദയനീയമായി അപ്പനെ നോക്കിയിട്ട്, അപ്പ പോലെട്ടാ, ഇപ്പോൾ വരാട്ടാ. വളരെ സ്നേഹത്തോടുകൂടെ ഇതുമായി അകത്തേക്ക് ഒരു ഓട്ടോ വിളിച്ചു പോകേണ്ട ദൂരമുണ്ട് ആ കിച്ചണിലേക്ക് പോകാൻ. അങ്ങനെ കിച്ചണിൽ പോയി അറ്റത്തെത്തിയപ്പോൾ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി അവൻ്റെ മകനോട് പറഞ്ഞു, എടാ പോയി വിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ വണ്ടി എടുത്ത് പോയി. കൊച്ച് ഗ്ലാസ് വെച്ച് ശാന്തമായിട്ട് തിരിച്ചു വന്ന അപ്പനെ കാണാൻ. പ്രിയമുള്ളവരെ, ഇല്ല ഇത് സംഭവിക്കാറില്ല വീട്ടിൽ. നിങ്ങൾ വിചാരിക്കും അപ്പൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അല്ല, ആ അപ്പൻ ഇറങ്ങിപ്പോയത് ആ കൊച്ചിൻ്റെ ചങ്കീന. എന്തോരം പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല, തിരിച്ചു കയറില്ല. ഒരു കുടുംബം ഒരുമിച്ച് കൊച്ചിനെ കബളിപ്പിച്ചിരിക്കുക. തൽക്കാലത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാകും, പക്ഷെ ആത്യന്തികമായിട്ട് ആ കൊച്ച് വളരെ സങ്കടത്തിലാണ്. കാരണം എന്താ, അവനിനി അപ്പനില്ല, എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതിങ്ങനെ മുറിവായിട്ട് ഇങ്ങനെ ഉള്ളി കിടക്കും. അതാണ് വിശ്വസ്തത. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എൻ്റെ അമ്മയും എൻ്റെ അപ്പനും ഒക്കെ ഒരുമിച്ച് എന്നെ പറ്റിച്ചതാണ്. പിന്നെ എന്തു പറഞ്ഞാലും ആ കൊച്ചു ആ തലത്തിലേക്ക് വളരത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളർത്തുമ്പോൾ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില ഭ്രാന്തമായ ചില പ്രയോഗങ്ങൾ അത് ജീവിതത്തെയൊക്കെ വല്ലാതെ ബാധിക്കുമെന്നാണ്.